ശ്രീത്, ബംഗ്ലാദേശിലെ വിഷയം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ മേല് അതികഠിനമായിട്ടുള്ള ക്രൂരമായ മർദ്ദനവും അവര് സഹിക്കാവുന്നതിലപ്പുറമാണ് ഇപ്പോൾ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ബീഫ് വിളമ്പും വെജിറ്റേറിയൻ ഹോട്ടലിലും ഉൾപ്പെടെ അത് നിർബന്ധിപ്പിച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഇടപെടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്ത്യയുടെ നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടല്ലേ അനുഭവപ്പെടുന്നത്? തീർച്ചയായും അതിനേക്കാൾ അവിടെ താമസിക്കുന്ന ജനങ്ങളെയാണ് ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. ആ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ നിരന്തരം വേട്ടയാടുകയാണ്. ഇതിന്റെ സംഭവ വികാസങ്ങൾ അറിയാം. കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് സംവരണ പ്രക്ഷോഭമാണ് പിന്നീട് ഹിന്ദു വംശഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു ഉണ്ടായിരുന്നത്. ഈ ഹിന്ദുക്കൾ ഉൾപ്പെടെ ആ സംവരണ പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് പിന്നീട് ഇവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്. എന്തായാലും അവിടുത്തെ ഹിന്ദുക്കൾ വലിയ പീഡനങ്ങൾ നേരിടുകയാണ്. ഇതെന്തായാലും ആദ്യത്തെ സംഭവമല്ല, വർഷങ്ങളായി തന്നെ അവിടെ നടക്കുകയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്രമായപ്പോൾ 22% ഉണ്ടായിരുന്ന ജനസംഖ്യ ഇന്ന് വെറും 8% കുറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെന്ന്. എന്തായാലും നാം സുന്ദരമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ, ഒരു സുഖമുള്ള സ്ഥലത്ത് വീണ്ടും അവിടെ പോയി കൂടുതൽ കാലം താമസിക്കാനല്ലേ നോക്കുകയുള്ളൂ. പക്ഷെ എന്തായാലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. അതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഈ ജനസംഖ്യ കുറഞ്ഞത് തന്നെ. പക്ഷെ കേരളത്തിൽ, ഇന്ത്യയിൽ നാം നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂനപക്ഷ പീഡനം ഭയങ്കര നടക്കുന്നതായാണ് ഇടതുപക്ഷവും മറ്റു വിഭാഗക്കാരെല്ലാം പറയുമ്പോഴും ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ എല്ലാ കാലത്തും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങി പാർക്കാൻ ഒരു അനുയോജ്യമായ ഒരു ഇടമായാണ് ഇന്ത്യ എപ്പോഴും. കാരണം എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ഇന്ത്യ. മറിച്ച് പാകിസ്ഥാനിലും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലെല്ലാം കേട്ടതിന് സമാനമായ രീതിയിലുള്ള പ്രസ്താവനകളും സംഭവങ്ങളുമാണ് നിലവിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. സാർ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഫ് വിളമ്പുക എന്നത്, ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ വരെ ബീഫ് വിളമ്പണമെന്നാണ് അവിടുത്തെ ചില മതസംഘടനകൾ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്കോന്റെ കൊൽക്കത്തയിലെ മേധാവി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ മതപരിവർത്തനം നടക്കുന്നു എന്നാണ്. ഭീഷണിപ്പെടുത്തിയാണ്, ഈ മതപരിവർത്തനത്തിന്റെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. വിസമ്മതിച്ചാൽ വാള് കാണിച്ച് കൊല്ലുമെന്നാണ് ഈ ഭീഷണിപ്പെടുത്തുന്നവർ പറയുന്നത്. അത് പണ്ട് നാം പാകിസ്ഥാനിൽ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിലെല്ലാം ക്രിസ്ത്യൻ വിഭാഗത്തിനെ ഉൾപ്പെടെ ഈ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത് ആ രീതിയിൽ മതം മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അത് സിറിയയിൽ ഉണ്ടായിരുന്നു. നമ്മൾ അത് അഫ്ഗാനിസ്ഥാനിൽ കണ്ടിരുന്നു. അഫ്ഗാനിസ്ഥാനിലെല്ലാം ഈ താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ വിമാനങ്ങളിൽ ഉൾപ്പെടെ രക്ഷപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ കണ്ടിട്ടുണ്ട്. ആ നാട്ടുകാർക്കും അവർ തമ്മിലും പ്രശ്നങ്ങളുണ്ട്. ഷിയ സുന്നി വിഭാഗങ്ങളുടെ തർക്കവുമുണ്ട്. അതിൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഹിന്ദുക്കളോട് പറയുകയാണ്, നിങ്ങൾ മതം മാറുക, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുമെന്ന രീതിയിലുള്ളതാണ് പ്രസ്താവന. പലരും ഇന്ത്യയിലേക്കുള്ള അതിർത്തികളിൽ തമ്പടിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ ഭയപ്പെട്ട്, ന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ വലിയ രീതിയിൽ ബംഗാളിലെല്ലാം അത്തരം കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻപും ഇത്തരം ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരെ മതം മാറ്റാനുള്ള ശ്രമം നടക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്തെല്ലാം ഇന്ത്യയിൽ ബംഗാളിലും ത്രിപുരയിലേക്കുമെല്ലാം വലിയ രീതിയിലുള്ള കുടിയേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആ സമാന സാഹചര്യമാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഇതിന്റെ തുടക്കം ഇപ്പോഴും എന്തായാലും ഇസ്കോണിലെ ലക്ഷ്യമിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്, ബംഗ്ലാദേശി സർക്കാർ. കാരണം ഈ സംവരണത്തിന് പിന്നാലെ ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രക്ഷോഭം വിജയിച്ചതിന് പിന്നാലെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരികയും ഈ മുഹമ്മദ് യൂനിസ് അവിടുത്തെ കാവൽ സർക്കാരിന് ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണങ്ങളുടെ തുടക്കം. ആദ്യം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനെതിരെ ആദ്യം പ്രതികരിക്കാൻ തെരുവിലിറങ്ങിയത് ഇസ്കോൺ ആയിരുന്നു. ഇസ്കോൺ അറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായി മാറിയ ഒരു പ്രസ്ഥാനമാണ്. ആദ്യം കൊൽക്കത്ത കേന്ദ്രീകരിച്ച്, ബംഗാൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച ആ പ്രസ്ഥാനം ഇന്ന് ലോകത്ത് എമ്പാടുമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെല്ലാം ആയിരക്കണക്കിന് യൂണിറ്റുകളാണ് ഇവർക്കുള്ളത്. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇവരെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്ഥാനം രംഗത്തിറങ്ങിയപ്പോൾ അന്ന് ഹിന്ദുക്കൾ അക്രമത്തിന് ഇരയായ കാര്യങ്ങൾ പുറത്തറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ സംഘടനയെ ലക്ഷ്യമിട്ട് ഇവർ മുന്നോട്ട് പോയതും ഒരു അനാവശ്യമായ ഒരു കേസുണ്ടാക്കി ഇസ്കോണിന്റെ സന്യാസിയെ നവംബർ 25
അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 25-നാണ് ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തി. കാരണം അവരുടെ പതാകയോടൊപ്പം തന്നെ ഈ കാവിക്കൊടി കെട്ടിയെന്ന് ആരോപിച്ചാണ് രാജ്യദ്രോഹ കുറ്റമായി കണ്ട് ആ സന്യാസി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇത്രയും നാളായിട്ട് ആ സന്യാസിക്ക് ജാമ്യം അനുവദിക്കാൻ അവിടുത്തെ സർക്കാരും കോടതിയും തയ്യാറായിട്ടില്ല. കോടതി കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ അറിയിക്കുന്നത് ഇദ്ദേഹം രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തന്നെ ഒരു 25-3 ആഴ്ചയോളമായി അദ്ദേഹം ജയിലിലാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്ന സന്യാസിമാരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ രീതിയിൽ ഹിന്ദു സന്യാസിമാർക്കെതിരെ ഈ കർശന നടപടി എടുക്കുമ്പോൾ മറുവശത്ത് ഈ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളും, ഇസ്കോണിന്റെ പല സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ അവരെയെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. അവരെതിരെ കർശനമായ നടപടി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പാതി വഴിയിൽ തന്നെ നിൽക്കുമായിരുന്നല്ലോ. ഇത് അവർക്കെതിരെ നടപടി എടുക്കുവാൻ എന്തായാലും സർക്കാർ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പല നിലപാടുകളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. പക്ഷേ ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഈ ഹിന്ദു വംശഹത്യക്കെതിരെ ഈ സർക്കാരിനെതിരെ പറയുമ്പോഴും ബംഗ്ലാദേശിന് ഒരു കുലുക്കവുമില്ല. അവർ ഇത്തരം പ്രവൃത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് യൂനിസ് ഖാൻ പറയുന്നത്, മുഹമ്മദ് യൂനിസ് പറയുന്നത്, ഇത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അവിടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ സന്ദർശനം നടത്തുന്നു. അതിപ്പോൾ അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ആ നാട്ടിൽ ഈ ഹിന്ദുക്കൾ വേട്ടയാടുന്നു, ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയുമ്പോൾ അവിടുത്തെ സർക്കാരിന്റെ ചുമതലക്കാരനായ യൂനിസ് പറയുന്നത് ഇത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, ആഭ്യന്തര കാര്യത്തിൽ തങ്ങൾക്ക് മറ്റു രാജ്യം ഇടപെടേണ്ടെന്നാണ് എന്തായാലും ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അവിടുത്തെ കാവൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന സർക്കാർ നയിക്കുന്ന യൂനിസ് തന്നെ അവകാശപ്പെടുന്നത്. എന്തായാലും വലിയ വിമർശനമാണ് പല ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവിടെ നിരന്തരം ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് മുൻപ് സൂചിപ്പിച്ചതിലോട്ട് തന്നെ വരാം, ബംഗ്ലാദേശിലെ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഉൾപ്പെടെ ബീഫ് വിളമ്പണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഹലാൽ ഭക്ഷണം വിളമ്പുക എന്നതും അവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കി ചില രാജ്യങ്ങളെയും അവർ വിമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യനും അതോടൊപ്പം തന്നെ ജൂത രാജ്യങ്ങളിൽ ഹലാൽ ഭക്ഷണം വിളമ്പുന്നില്ല, അത് മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ഹലാൽ ഭക്ഷണം വിളമ്പാത്തത്. അതിനാൽ തന്നെ ബംഗ്ലാദേശിലെ എല്ലാ റെസ്റ്റോറൻറ്റുകളിൽ ഇനി ഹലാൽ ഭക്ഷണം വിളമ്പണം, വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ബീഫ് വിളമ്പണം. ഇത് തങ്ങളുടെ മതത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അവർ ബീഫിനെ കാണുന്നത്. ഇങ്ങനെയാണ് അത് പറയുന്നത് തന്നെ, ഗോമാംസം ഇസ്ലാമിക സത്വത്തിൻ്റെ പ്രതീകമാണെന്നാണ് ഇവർ പറയുന്നത്. അത്തരത്തിൽ തങ്ങളുടെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. നാം പശ്ചിമേഷ്യയിൽ പല രാജ്യങ്ങളിലും ഈ മതരാഷ്ട്രമായി മാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം വലിയ തകർച്ചയിലാണ് പിന്നെ ആ രാജ്യങ്ങളെല്ലാം പോകുന്നത്. സാമ്പത്തികമായി തന്നെ വലിയ തകർച്ചയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. മറിച്ച് ഈ ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം രാജ്യത്ത് വലിയ രീതിയിൽ ഈ തുണി വ്യവസായം മെച്ചപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. പല തുണി തരങ്ങളും അവിടെ നിർമ്മിക്കുന്നത് ധാക്ക കേന്ദ്രീകരിച്ച് വലിയ മുന്നേറ്റമായിരുന്നു ആ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കാരണം ഇന്ത്യയെ കടത്തിവെട്ടുന്നു, ഇന്ത്യയായിരുന്നു പല സമയത്തും ഈ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് വലിയ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം ആ രാജ്യം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ നാം നോക്കണം, ഇന്ത്യയോടൊപ്പം കരുത്തുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അത് മതരാഷ്ട്രവും മത ഭീകരവാദികൾക്ക് വഴി തുറന്നു കൊടുത്തതിന് പിന്നാലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് ഇന്ത്യക്കും സമീപമുണ്ടായിരുന്ന മറ്റൊരു രാജ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞത്. മറിച്ച് ഇപ്പോൾ എന്തായാലും അവർ ഇങ്ങനെ രീതിയിൽ പോവുകയാണെങ്കിൽ, ഒരു മതരാഷ്ട്രമാവുകയാണെങ്കിൽ അവിടെ ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ പട്ടിണിയും അവിടുത്തെ വിദ്യാഭ്യാസ രീതിയും എല്ലാം മാറ്റമുണ്ടാകും. പിന്നെ ആ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ വ്യവസായമായ മുന്നേറ്റം പൂർണ്ണമായി തകരുന്ന ഒരു സാധ്യതയായിരിക്കും ഇനി ആ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്. അത്തരത്തിൽ എന്തായാലും ചിലപ്പോൾ ഇന്ത്യ സൈനികമായി ഇടപെടണമെന്നാണ് എല്ലാ നാട്ടുകാരും ചിലരെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇന്ത്യക്ക് അത് എന്തായാലും തയ്യാറാകാൻ ഇന്ത്യ സാധ്യതയില്ല. കാരണം ചൈനയുടെ അമേരിക്കയുടെ എല്ലാം പിന്തുണയുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യ അങ്ങനെ അമിതമായി തന്നെ കടന്നു കയറുകയാണെങ്കിൽ ഇന്ത്യക്കും അത് നഷ്ടമാകാനാണ് സാധ്യത. അപ്പൊ ഈ ഒരു വലിയൊരു തെറ്റായ സന്ദേശമാണ് ബംഗ്ലാദേശിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ലോകം മുഴുവൻ ഇത്തരത്തിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഈ മതഭ്രാന്തന്മാർ ചെയ്യുന്നത്. അത് വലിയൊരു ലോകത്തിന് തന്നെ വിഭക്തായിട്ടുള്ള
ഒരു കാര്യമാണ്. അതെ, ഇന്ത്യ സംഭാവന നൽകിയ ഒരു രാജ്യം ഇത്തരത്തിൽ അധപ്പതിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ സമീപ രാജ്യമാണ്. അവിടെ ഇന്ത്യ വർഷങ്ങളായി തന്നെ നല്ല സമീപ രാജ്യം എന്നുള്ളതിനേക്കാൾ ഇന്ത്യയുടെ വിയർപ്പ് കൂടിയാണ് ആ മണ്ണ്. നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു രാജ്യം ഇങ്ങനെ അധപ്പതിക്കുന്നതിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ വലിയ വിഷമമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.